ഉന്നത ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണ പദ്ധതി പാളിയതോടെ ഒറ്റപ്പെട്ട ഇസ്രായേൽ. തങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറിയ ഇസ്രായേലിന്റെ നടപടി രാഷ്ട്രീയ ഭീകരവാദം എന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെതിരെ എന്തു നടപടിയെടുക്കുമെന്ന് തീരുമാനിക്കാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആരംഭിച്ചു. ഹമാസിന്റെ 5 നേതാക്കളെ വധിക്കാൻ ഖത്തറിൽ കരയാക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നിരസിച്ചു എന്ന വെളിപ്പെടുത്തലുമായി വാഷിംഗ്ടൺ പോസ്റ്റ്. ഇസ്രായേലിനുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിട്ടും 15 പോർ വിമാനങ്ങൾ അയച്ച് ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ വധിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു എന്തിന് തയ്യാറായി? അതിനെക്കുറിച്ചാണ് ലോകം പോയ വാരത്തിലെ ആദ്യ വാർത്ത. ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഖത്തറിലെത്തിയ ഹമാസ് പ്രതിനിധി സംഘത്തെ ഇസ്രായേൽ ആക്രമിച്ചതിൽ ലോകമെങ്ങും ഉയരുന്ന പ്രതിഷേധം അവസാനിക്കുന്നില്ല. 3000 കിലോമീറ്റർ യുദ്ധവിമാനത്തിൽ പറന്നാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേലി പൈലറ്റുമാർ 6 പേരെ വധിച്ചത്. 2 വർഷത്തിനിടെ ഇസ്രായേലി വ്യോമസേന ആക്രമിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഖത്തർ. ദോഹയിൽ ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം നേതാക്കൾ താമസിച്ചിരുന്ന റെസിഡൻഷ്യൽ കോമ്പൗണ്ടിലേക്ക് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ 10 എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തർ പാർലമെന്റിൽ നിന്നും അധികം ദൂരമില്ലാത്തയിടത്തുണ്ടായ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനവും ശക്തമാണ്. ഖത്തറിന്റെ ആത്മസംയമനത്തിന്റെ എല്ലാ അതിർവരമ്പുകളും തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിലെത്തുമെന്ന കാര്യം ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ആക്രമണ നീക്കം അമേരിക്ക നേരത്തെ അറിയാതിരിക്കാൻ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത്രേ. ഖത്തറിൽ കടന്ന് ആക്രമണം നടത്തുന്നതിനായി 2 മാസത്തിലേറെയായി ഇസ്രായേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്തിരുന്നതായും CNN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്ന ഖലീൽ അൽ ഹയ്യയായിരുന്നു. അൽ ഹയ്യ രക്ഷപ്പെട്ടെന്നും അദ്ദേഹത്തിന്റെ മകൻ ഹുമാം അൽ ഹയ്യ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടുവെന്നും ഹമാസ് സ്ഥിരീകരിച്ചു. എന്നാൽ മകന്റെ സംസ്കാര ചടങ്ങിൽ അൽ ഹയ്യ പങ്കെടുക്കാത്തതിൽ പലവിധ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഹമാസ് നേതൃത്വത്തെ നയിക്കുന്ന 5 നേതാക്കളിൽ ഒരാളായ ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ പ്രവാസി മുഖം കൂടിയായതിനാലാണ് ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ജീവനെ ലക്ഷ്യം വെച്ചത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതും ശാന്തവുമായ അറബ് നഗരങ്ങളിലൊന്നായ ദോഹയിൽ അതിക്രമിച്ചു കടന്ന് ഇസ്രായേൽ ബോംബിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അത് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഖത്തർ. ഗാസയിലെ സമാധാനത്തിനും ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിനുമുള്ള ചർച്ചകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഖത്തറിന്റെ തലസ്ഥാനത്താണ്. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളും. 2012 മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ആസ്ഥാനം ഖത്തർ തലസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പരിഹരിക്കാനുള്ള സമാധാന ചർച്ചകളിൽ പതിറ്റാണ്ടുകളായി ഖത്തറിന് മധ്യസ്ഥ സ്ഥാനമുണ്ട്. ഇതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടെന്നാണ് ഖത്തറിന്റെ അവകാശവാദം. ഖത്തറിന്റെ പരമാധികാരത്തിന് പ്രഹരമേൽപ്പിച്ച് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ രാഷ്ട്രീയ ഭീകരത എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വിശേഷിപ്പിച്ചത്. ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുവെന്നും സമാധാനത്തിനായുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽ താനി US-ൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ CNN നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് തങ്ങൾ സുരക്ഷിതരാണെന്ന് ഖത്തർ കരുതിയിരുന്നു. 4 മാസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ സന്ദർശിച്ചത്. US-മായി കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിട്ടുവെന്ന് മാത്രമല്ല, വിവാദമായ ഒരു പ്രസിഡൻഷ്യൽ വിമാനം US-ന് സമാനമായി ഖത്തർ നൽകുകയും ചെയ്തു. 3411 കോടി രൂപയോളം വില വരുന്ന അത്യാഡംബര വിമാനമാണ് ഖത്തർ രാജകുടുംബം ട്രംപിന് സമ്മാനിച്ചത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കിട്ടിയതിൽ ഏറ്റവും വില കൂടിയ സമ്മാനമായിരുന്നു ആ വിമാനം. സ്വന്തം സഖ്യകക്ഷികളിൽ നിന്നുപോലും തങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പങ്കാളിയെ ആശ്രയിക്കുന്നതിനു പകരം ഏത് തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഇനി മുതൽ വേണ്ടതെന്ന് ആലോചിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് ഖത്തർ US ബന്ധത്തിലുണ്ടായ വിള്ളൽ എത്രത്തോളം ശക്തമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിക്കുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശവും തങ്ങൾക്കുണ്ടെന്ന് ഖത്തർ പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. പ്രതികരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി.
ഗൾഫ് രാജ്യങ്ങളും ബ്രിട്ടനും നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയുമെല്ലാം ആക്രമണത്തെ അപലപിച്ചു. ഖത്തറിന് പൂർണ്ണ പിന്തുണയും ലോകരാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തു. ഇസ്രായേലിനെ സഖ്യകക്ഷിയായി പരിഗണിക്കാൻ പോലും ആകില്ലെന്ന നിലപാടാണ് നാറ്റോ സഖ്യം. GCCയിലെ ഒരു അംഗരാജ്യത്തിനെതിരെ ആക്രമണം ഇതാദ്യമാണ്. തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി സെപ്റ്റംബർ 13-14 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചു. ഇസ്രായേലിന് എപ്രകാരം മറുപടി നൽകുമെന്ന് ഉച്ചകോടി തീരുമാനിക്കും. അതിനിടെ ദോഹയിൽ നടന്ന വ്യോമാക്രമണത്തെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം അപലപിച്ചു. US അടക്കം രക്ഷാസമിതിയിലെ 15 അംഗങ്ങളും പിന്തുണച്ച പ്രമേയത്തിൽ ഇസ്രായേലിന്റെ പേര് പരാമർശിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്.